ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ എല്ലാവരും കൂടെ പുറത്ത് കറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കുറച്ചധികം സ്ഥലത്ത് പോകുന്നുണ്ട്, കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഇന്ത്യൻ കോഫി ഹൗസിൽ കയറിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചു. എന്താ കഴിക്കുന്നത്? പണ്ട് എനിക്കുണ്ടാക്കി തന്ന പൂരിയുടെ കഥയെല്ലാം പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിറങ്ങി. ഇനി ഞങ്ങൾ അടുത്തത് പോകുന്നത് തണ്ണീർമുക്കം ബണ്ട് കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? തണ്ണീർമുക്കം ബണ്ട്. രണ്ട് സൈഡിലുള്ള കായലുകളൊക്കെ വലിയ വലിയ പാലം, വലിയൊരു വാട്ടർ ബോഡി, അതിൻ്റെ മേലെ കൂടെ വലിയ പാലം. നമുക്ക് അതിൻ്റെ സൈഡിൽ ഇറങ്ങാം. നല്ല രസം കാണാൻ. കാറ്റുണ്ടാവും, വെയിലുണ്ടാവും. അമ്മ രാത്രിയിൽ ഇറങ്ങുന്നുണ്ടായിരുന്നു. ഇതിലെയാണോ? ഞങ്ങളന്ന് പോയത് അതന്നെ, അത് കണ്ടിട്ടുണ്ടോ? തോണി അവിടെ കാണുന്ന സ്പേസ് ഉണ്ടോ? ആ ഒരു ബിൽഡിങ്, ആ ഭാഗത്ത് ഇറങ്ങാം. അവിടെ വണ്ടി നിർത്താം, ഇവിടെ നിർത്താം. കുറേ ഉണ്ട്. എല്ലാവർക്കും അമ്മയുടെ വക കരിക്ക് സ്പോൺസർ ചെയ്തിട്ടുണ്ട് അല്ലേ? ഇവിടെ ഈ റൈറ്റ് സൈഡ് സ്പേസ് ഉണ്ട്, പക്ഷെ നമുക്കിത് കയറി അപ്പുറം പോയി തിരിച്ചു വരാം. നല്ല വെയിലാണുള്ള ഒറ്റ പ്രശ്നമാണ്. ഞാനിത് ആദ്യമായിട്ടൊരു സ്ഥലം പറഞ്ഞ് സക്സസ് ആയി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാരും വന്ന് കാണണം. അടിപൊളി സ്ഥലമാണ്. എന്റെ പുതിയ ഇത് ഊരിയിട്ടില്ല കയ്യേന്ന്. എന്റെ സ്ക്രീൻ കാർഡ് ഒട്ടിക്കാൻ നോക്കിയിട്ട് നടന്നില്ല. അങ്ങനെ നമ്മളെ കൂടെ ഈ വിവരമുള്ള ആദ്യം എടുത്ത് കൊണ്ട് കൊടുക്കണം. ലിപ്സ്റ്റിക് നല്ല വെയിലാണ്. ചേർത്തലയ്ക്ക് അങ്ങോട്ട് കാട്ടല്ലോ. ജോയിൻ ചെയ്യുന്നുണ്ടോ? അടിപൊളിയല്ലേ? നിങ്ങളെങ്ങനെയാ ഫ്രണ്ടിട്ടറിഞ്ഞ്? ഇത് നമ്മൾ ഇതിലെയാ പോകുന്നത്. ഈ വഴി അപ്പൊ കണ്ടു തിരിച്ചു വന്നിട്ട് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് സ്പീഡ് ബോട്ടിംഗ് ചെയ്യാൻ തീരുമാനിച്ചു. അമ്മ ഇറങ്ങിയില്ല, ബാക്കി എല്ലാവരും കൂടെ പോയി. ഈ കൂവിച്ച കേട്ടാൽ തോന്നും എക്സൈറ്റ്മെന്റ് ഇട്ട് പോകുന്നതാണ്, പക്ഷേ അല്ല, പേടിച്ചിട്ടാ.
അങ്ങനെ അവിടുന്ന് കരിക്കൊക്കെ കുടിച്ച് ഞങ്ങൾ ഇറങ്ങി. അടുത്ത ഡെസ്റ്റിനേഷൻ ഫോറമാളായിരുന്നു. പക്ഷേ അതിന് മുന്നേ ഞങ്ങൾക്ക് ലഞ്ച് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ സ്റ്റാർ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലിൽ ഇറങ്ങി. പക്ഷേ ഞാൻ വീഡിയോ എടുത്തില്ല. അവിടെ നല്ല ഫിഷിൻ്റെ വെറൈറ്റി ഇതുണ്ടായിരുന്നു. പക്ഷേ ഫുഡ് കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഇറ്റ് ഹാപ്പൻസ്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പറ്റാറുള്ളത്. ഫുഡ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കാൻ മറക്കാറുണ്ട്. ഇനി എപ്പോഴെങ്കിലും പ്രാഞ്ചി അവിടെ പോകുന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ വ്ളോഗ് ഇടാൻ പറയാം. സോ ദാറ്റ് നിങ്ങൾക്ക് എവിടെയാണെന്ന് ഒരു ഐഡിയ കിട്ടും. ഫുഡ് കഴിക്കാൻ വേണ്ടി ഏതോ ലോകത്തോട്ട് കൊണ്ടുവന്നുണ്ട്. ഹൽദിയുടെ ഏതോ ഹോട്ടൽ സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് നല്ല ഫിഷിൻ്റെ ഐറ്റംസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നതാണ്. ആദ്യം പറഞ്ഞ സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾ വയറ് നിറയെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഫോറമാളിലോട്ട് പോന്നു. വൈകുന്നേരത്തെ ഷോയ്ക്ക് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സിനിമയ്ക്ക് കിഷ്കണ്ണിണ്ട കാണ്ടം അതിൻ്റെ പേര്. അതിന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു 4:30 ഞങ്ങൾ ഒരു 2 മണി കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ഫൺ സിറ്റി. എന്തിനാ പോണേ നമ്മൾ? അത് അവിടെ കാണുന്ന അതിലേക്ക് കയറാണ്. ഞങ്ങൾക്ക് കയറാനുള്ള സാധനം അവർ തയ്യാറാണ്. ഇന്ന് നമ്മൾ ഫുൾ അഡ്വഞ്ചറസ് മോഡിലാണ്. ഇത് ആക്ച്വലി നല്ല ഫണ്ണായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ടെമ്പിൾ റണ്ണൊക്കെ കളിക്കുന്ന പോലെ ഉണ്ടായിരുന്നു. നമ്മൾ അതിൻ്റെ കൂടെ ഇങ്ങനെ പോകുന്നത് നല്ല രസമുണ്ടായിരുന്നു. അമ്മയ്ക്ക് ഭയങ്കര പേടിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ക്ലാസ് വരും. ബട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കൂടെ ഫാമിലി ഒരുമിച്ച് എല്ലാവരും കൂടെ ഇങ്ങനെ ഇടയ്ക്ക് ഒരു എൻജോയ്മെൻറ്റൊക്കെ നല്ല രസമല്ലേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടെ പുറത്തുപോയി ഒരു ഫലൂദയൊക്കെ കഴിച്ചു. ഞാനും ചേട്ടായും പപ്പയും ചായയൊക്കെ കുടിച്ച് ഇരുന്നു. അമ്മയും പ്രാഞ്ചിയും ഫലൂദയൊക്കെ കഴിച്ച് അത് കഴിഞ്ഞ് ഞങ്ങൾ സിനിമയ്ക്ക് കയറി. സിനിമ കഴിഞ്ഞ് ഉടനെ തന്നെ ഞങ്ങൾ ഇവിടെ പോയി, സ്വർഗത്തിൽ പോയി. സ്വർഗമാണ് എൻ്റെ ഫേവറേറ്റ് പ്ലേസ് ഇപ്പോൾ കൊച്ചിയിൽ. അവിടുത്തെ ആംബിയൻസ് അടിപൊളിയാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആദ്യം തന്നെ ഒരു കുൽഫീന്ന് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഒരു ടെൻഡർ കോക്കനട്ട് കുൽഫിയാണ് കഴിച്ചത്. പ്രാഞ്ചി അമ്മയൊക്കെ മലായി കുൽഫി കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ചായ കുടിച്ച്. വെയിറ്റിംഗ് ഉണ്ടായിരുന്നു, അത് നല്ല തിരക്കായിരുന്നു. സോ വെയിറ്റിംഗ് ടൈമിൽ ഞങ്ങൾ കായലിൻ്റെ അരികത്തിരുന്നിട്ട് ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഇരുന്നു. നല്ല ടേസ്റ്റുള്ള കട്ടൻ ചായ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് വീണ്ടും ഓരോ കുൽഫി മേടിച്ച് കഴിച്ചു. അപ്പോഴത്തേനും ഞങ്ങൾക്ക് ടേബിൾ റെഡിയായി. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ആൻഡ് അവിടുത്തെ ആംബിയൻസ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അമ്മയ്ക്കും പപ്പയ്ക്കും ഭയങ്കര ഇഷ്ടമായി. ഇതെൻ്റെ 3rd ടൈമാണെന്ന് തോന്നുന്നു അവിടെ പോകുന്നത്. എനിക്കെപ്പോഴും ഭയങ്കര ഇഷ്ടം. ആ ഒരു ഈവനിങ് ഒരു 6 o'clock പോയി കഴിഞ്ഞാൽ നല്ല സൺസെറ്റൊക്കെ ഉണ്ട്. അവിടെ നല്ല രസമായിട്ടിരിക്കാൻ. കുറച്ച് കൊതുകുണ്ട്, വേറെ പ്രശ്നമില്ല. ഒരു പാൽക്കപ്പ ഫിഷ് കോംബോ.
അപ്പോൾ ഈ ഫുഡോടുകൂടി ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെയ്ക്കും ബൈ.